ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കോട്ടയം ജില്ലയിൽ സമുദ്രനിരപ്പിൽ നിന്നും 3200 അടി ഉയരത്തിലുള്ള ഒരു പ്രദേശത്താണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. എവിടെ നോക്കിയാലും കൂറ്റൻ മലനിരകൾ കാണാം. നല്ല തണുപ്പും കാറ്റും കോടമഞ്ഞുമുള്ള പ്രകൃതി രമണീയമായൊരു പ്രദേശം. ഒരു കുളത്തിൻ്റെ പേരിലൂടെ പ്രശസ്തമായൊരു സ്ഥലമാണിത്. 2022 ഷാഹി കബീർ സംവിധാനം ചെയ്ത് സൗബിൻ നായകനായ സിനിമയുടെ പേരിലൂടെയാണ് ഈ സ്ഥലത്തെക്കുറിച്ച് പുറം ലോകം അറിയാൻ തുടങ്ങിയത്. കൂറ്റൻ മലനിരകൾക്കിടയിലുള്ള ഒരു വിശാലമായ കുളത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇതൊരു ഓഫ് റോഡ് കാഴ്ചയാണ്. ഇതിനായി ധാരാളം ജീപ്പുകൾ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. ഇതാണ് ഇലകൾ വീഴാത്ത ഇലവീഴാ പൂഞ്ചിറ. ഇലവീഴാ പൂഞ്ചിറ എന്നത് ഇന്ന് ഒരു കുളത്തിൻ്റെ മാത്രം പേരല്ല, പകരം ഒരു പ്രദേശത്തിൻ്റെ പേരായി മാറിയിരിക്കുന്നു. ഇത് ഇലകളും ചപ്പുചവറുകളും അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സാധാരണ കുളമല്ല. ചുറ്റുഭാഗത്ത് കാണുന്ന ഈ മരങ്ങളിൽ നിന്നും ഒരു ഇല പോലും ഈ കുളത്തിൽ വീഴാറില്ലെന്നുള്ളതാണ് ഇവിടെയുള്ള അത്ഭുതം. പണ്ട് പഞ്ചപാണ്ഡവന്മാർ പാഞ്ചാലിക്ക് കുളിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഈ കുളമെന്ന് ഒരു ഐതിഹ്യമുണ്ട്. 3 വലിയ മലകൾക്കിടയിലായതുകൊണ്ട് ഇവിടെ എപ്പോഴും ശക്തമായ കാറ്റ് അടിച്ചു വീശിക്കൊണ്ടിരിക്കും. ഈ കാറ്റ് ഒരു ഇലയെപ്പോലും ഈ കുളത്തിൽ വീഴാൻ അനുവദിക്കുന്നില്ലെന്നുള്ളതാണ് പ്രകൃതിയുടെ ഒരു മാജിക്. ഇതിനെപ്പറ്റി നമ്മുടെ ഗൈഡ് ഉല്ലാസ് പറയുന്നത് കേൾക്കാം. എന്താ അത്രയും വലിയൊരു പേര് ഈ സ്ഥലത്തിന് വന്നത്? ഇലവീഴാ പൂഞ്ചിറ. ഈ കാണുന്നതാണ് നമ്മുടെ ഇലവീഴാ പൂഞ്ചിറയിലെ ഇല വീഴാത്ത തടാകം. പണ്ട് കാലത്ത് പഞ്ചപാണ്ഡവന്മാരുടെ ഒരു ഹിസ്റ്ററി ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പഞ്ചപാണ്ഡവന്മാരുടെ കാലത്ത് പാഞ്ചാലിക്ക് വേണ്ടിയിട്ട് ഭീമസേന എല്ലാരും കൂടി നിർമ്മിച്ചു എന്നാ പറയുന്നത്. പൂ വെച്ച് നിർമ്മിച്ചു എന്നാ പറയുന്നത്. കാറ്റടിച്ചൊന്നും ഇല വീഴില്ല. ഇങ്ങനെക്ക് വീഴുന്ന ഇലയെല്ലാം കാറ്റടിച്ച് പുറത്തേക്ക് പറപ്പിച്ച് കളയും. അങ്ങനെയും കൂടെ സയൻസ് പരമായിട്ട് അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിലേക്ക് ഇല വീഴാത്തതെന്ന്. സയൻസ് ആയിട്ട് അങ്ങനെയാണെങ്കിലും ആൾക്കാർ വിശ്വസിച്ചു പോരുന്നത് പണ്ട് കാലത്തെ ഈ പഞ്ചപാണ്ഡവ ഹിസ്റ്ററി തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിലെ ഇലവീഴാ പൂഞ്ചിറ എന്ന് പറയുന്നത്. ഇത് ക്ഷേത്രക്കുളം വലുതാക്കി കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ വലുതാക്കി എടുത്തതാണ്. ഇതിപ്പോൾ അമൃത സരോവർ എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് ഒരു ജല പദ്ധതി ഉണ്ട്. അതുമായിട്ട് ഉൾപ്പെടുത്തി ഇതിങ്ങനെ വലുതായിട്ട് പഞ്ചായത്ത് ഇതിങ്ങനെ സംരക്ഷിച്ചു പോരുന്ന. അപ്പം പഴയതുപോലെയൊന്നും അല്ല, മലിനമാകാൻ തുടങ്ങി. ആൾക്കാർ വരുന്നതോടുകൂടി ആൾക്കാർ വേസ്റ്റും കുപ്പികളും ഒക്കെ വലിച്ചെറിഞ്ഞ് വെള്ളത്തിലിറങ്ങുകയും ഒക്കെ ചെയ്ത് ഇത് മലിനമാക്കാൻ തുടങ്ങി. എന്നാലും ഇതിന് നാട്ടുകാർ ഇതിനൊരു പവിത്രമായിട്ടാണ് ഇവിടെ സംരക്ഷിച്ചു വരുന്നത്. ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇലവീഴാ പൂഞ്ചിറയുടെ വേറിട്ട കാഴ്ചകളുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.